നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനൊന്ന് കാണണം എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്ന് രാവിലെ ഇറങ്ങി. സാധാരണ നമ്മൾ വണ്ടിയിൽ പോകാറ്. ഇന്നിപ്പോൾ വേറൊരു വ്യത്യസ്തമായ യാത്രയിൽ പോകാൻ ഒരു ബസ്സിൽ പോയി. ബസ്സിലങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്താണല്ലോ ഓൺലൈൻ. അതിന് ഫുഡ് കഴിക്കാൻ വെച്ച് അവിടെ തൊട്ടടുത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു നെയ്റോസ്റ്റും ഞാൻ രതിയും ഓരോ കോഫിയും കുടിച്ച് അങ്ങനെ ഇരുന്നു. കോഫിയൊക്കെ വന്നു. കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലൊരു റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കുന്നത്. നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നു. ട്രെയിൻ വരാൻ ഏകദേശം സമയമായി. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ ട്രെയിൻ വരുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. കുട്ടുവിന് ഈ യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ എവിടേക്കാ പോണത്? മുത്തപ്പൻ്റെ അമ്പലത്തിൽ. നമ്മൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഫോൺ അവരിലായിരുന്നു. അപ്പോൾ ട്രെയിനുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് റെയിൽവേ സ്റ്റേഷനിൽ വരലും ട്രെയിൻ കാണലും. റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടോ. നല്ല ട്രാക്കായാലും ശരി, പ്ലാറ്റ്ഫോംസ് ആയാലും. അപ്പം നമ്മുടെ വന്ദേ ഭാരത് വന്നു. ആ ട്രെയിൻ നിന്ന ശേഷം നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനുള്ള ഒരു ഇതാണ്. അങ്ങനെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സീറ്റ് ഏകദേശം നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരുന്നു. സീറ്റൊക്കെ ഇരുന്ന ശേഷം നല്ല ഒരു ആംബിയൻസ് ഇടാം. നല്ല കൂളിങ്, നല്ല സീറ്റ്, എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വന്ദേ ഭാരതിൽ കയറുന്നത്. കുറേ നാളായി വിചാരിക്കുന്നു കയറണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരുടെ സ്നാക്സ്, ടീ കാര്യങ്ങളൊക്കെ വന്നു. നല്ലൊരു ചായ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പം ടൈം ഈ സമയത്താണല്ലോ പോകുന്നത്. കാരണം 9:30 മണിയായിരുന്നു. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല, സ്നാക്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ സ്നാക്സ്, ചായ കുടിച്ച് അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് എടുക്കുന്നതാണ്. ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ പോകുന്നതിൻ്റെ കുറച്ച് വീഡിയോസ്. ഭാരതപ്പുഴയൊക്കെ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ കുറച്ചൊക്കെ വറ്റി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടിയും പോകുന്നു. അങ്ങനെ നമ്മൾ ഷൊർണൂരെത്തി. ഇവർക്ക് കുറച്ച് സ്റ്റേഷൻസേ ഉള്ളൂ കേട്ടോ. ഷൊർണൂർ, അങ്ങനെ കാലിക്കട്ട്, അങ്ങനെ കണ്ണൂരെത്തി നമ്മൾ. ഇതൊരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഇത് വേറെ അമ്പലങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ പറശ്ശിനിക്കടവ്, അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ നമ്മളൊരു ടാക്സി എടുത്തു. ടാക്സി എടുത്ത് അപ്പോൾ ആ ടാക്സി ഡ്രൈവറുമായിട്ട് കുറച്ച് നേരം കുശല അന്വേഷണം. ആളെവിടെയാണ്, അതിനെപ്പറ്റി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ആൾ നമ്മളെ കൊണ്ട് നേരെ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കുള്ള യാത്രയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴി 1-2 സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നേക്ക് പാർക്ക് വരുന്നുണ്ട്, പിന്നെ വിസ്മയ പാർക്ക് ഇത് വരുന്നുണ്ട്. അങ്ങനെ 1-2 സ്ഥലങ്ങൾ ഇവിടേക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ചെറിയ യാത്ര ആയതുകൊണ്ട് നമ്മൾ റിട്ടേൺ ടിക്കറ്റും ഇതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൻ്റെ എൻട്രൻസാണ് കാണുന്നത്. അവിടെ സൈഡിൽ മുഴുവൻ ഈ കളിക്കോപ്പുകളും പിന്നെ ഇങ്ങനത്തുള്ള കുറേ ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് നേരെ നമ്മൾ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. അത് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. അങ്ങനെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥനയും കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളങ്ങനെ ചെയ്തു. അപ്പോൾ അവിടെ കൗണ്ടറിൽ കുറച്ച് വഴിപാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അതിന് ഏതൊക്കെയാണ് ചീട്ടൊക്കെ ആക്കേണ്ടതൊക്കെ ആക്കി. അങ്ങനെ നല്ല ദർശനമൊക്കെ കഴിഞ്ഞു. തിരക്കില്ല കേട്ടോ, അത്ര തിരക്കൊന്നുമില്ല. ഇതതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വല്ലപട്ടണം പുഴയുടെ അടുത്ത് കുറച്ച് മീനൂട്ടും അങ്ങനെ അതെല്ലാം ചെയ്ത ശേഷം അവിടെ ബോട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് കാരണം പിന്നെ അത് നീട്ടി. അങ്ങനെ ഊട്ടുപുരയിൽ പോയി. അവിടെ പ്രസാദ ഊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പ്രസാദ ഊട്ടെല്ലാം കഴിച്ച ശേഷം അവിടുന്ന് തിരിച്ചു നേരെ അമ്പലത്തിൽ കുറച്ച് നേരം ഇരുന്ന്
അവിടെ ദർശനം ഒന്നും കൂടെ ചെയ്ത ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. കാരണം ഞങ്ങളുടെ ട്രെയിൻ 3:30-ക്കാണ്. ഈ വന്ദേ ഭാരത് റിട്ടേൺ തന്നെയുണ്ട്. വരുന്ന വഴി അവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിക്കാമെന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ട്രെയിനിലല്ല വരുന്നത്. കുറച്ച് 1-2 ഫോട്ടോസും പിന്നെ അതെല്ലാം ഒന്ന് നോക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം നല്ല നല്ല സാധനങ്ങൾ കേട്ടോ, നല്ല നല്ല ഐറ്റംസ് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് രതിക്ക് തിരുവാതിര കളി പിന്നെ അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം അവരെടുത്തു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തി. അങ്ങനെ അവിടെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് MRA റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ ട്രെയിൻ വന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല സ്നാക്സ് ആയിരുന്നു കേട്ടോ വന്ദേ ഭാരതിൽ. നല്ല ഫുഡ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതെല്ലാം കീപ്പപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഇതാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നല്ലൊരു കൊഴുക്കട്ട കിട്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ആ സാധനം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി ഗൈസ്. നമ്മളപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മീ.